ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് NSP പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടതെന്നാണ് നോക്കാൻ പോണേ. ഇത് കുറേ പേരായി കമൻസിൽ ചോദിക്കണേ, അത് കാരണമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിന് മുന്നായിട്ട് ചാനൽ കാണുന്ന 96.9% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യണില്ല. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാനായിട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ഇത് ഞാൻ NSPയുടെ സൈറ്റിൽ നിന്ന് തന്നെ FAQ PDF ഡൗൺലോഡ് ചെയ്തതാണ്. അതിൽ ക്വസ്റ്റ്യൻ 13 നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചേക്കണേ. ഇതിൽ അവർ പറയണേ 50,000 താഴെ എമൗണ്ട് കിട്ടുന്ന സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് സൈറ്റിൽ ഒരു ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നില്ല എന്നാണ് പറയണേ. ആ സ്റ്റുഡൻസ് അവരുടെ ഈ പറഞ്ഞേക്കണ ഒരു 5 ഡോക്യുമെൻറ്റ്സ് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനോ അതോ സ്കൂളിലോ കൊണ്ടുപോയി കൊടുത്താൽ മതി. ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്നുള്ളത് ഇവിടെ 5 എണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് ആധാർ ID അല്ലെങ്കിൽ ആധാർ എൻറോൾമെൻറ്റ് റിസിപ്റ്റ്. ഇതിലേതെങ്കിലും ഒരെണ്ണം ഇല്ലെങ്കിൽ മാത്രം എൻറോൾമെൻറ്റ് റിസിപ്റ്റ് മതി. പിന്നെ രണ്ടാമത്തെ ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ്. ഇതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, ഡിസേബിലിറ്റി ഉള്ളവർക്ക് മാത്രമാണ് ഈ സർട്ടിഫിക്കറ്റ് വേണ്ടോ. അപ്പോൾ അതുള്ളവർ അത് സബ്മിറ്റ് ചെയ്യണം. പിന്നെ പാരൻസിൻ്റെ ഇൻകം സർട്ടിഫിക്കറ്റ്. അത് കഴിഞ്ഞ് നാലാമത്തെ നിങ്ങളുടെ പ്രീവിയസ് ഇയറിൻ്റെ മാർക്ക് ഷീറ്റിൻ്റെ കോപ്പി വേണം. ട്യൂഷൻ ഫീ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫീ റെസിപ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. ഇനി 50,000 എന്ന എമൗണ്ടിന് കൂടുതൽ എമൗണ്ട് സ്കോളർഷിപ്പ് കിട്ടുന്ന സ്റ്റുഡൻസ് ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം ഫൈനൽ സബ്മിഷന് മുമ്പ്. അതൊരു 8 ഡോക്യുമെൻറ്റ്സ് അവർ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്റ്റുഡൻറ്റിൻ്റെ ഫോട്ടോഗ്രാഫ്, ഇതൊക്കെ സ്കാൻഡ് കോപ്പിയാണ് കേട്ടോ വേണ്ടത്. പിന്നെ രണ്ടാമത്തെ സ്കാൻഡ് കോപ്പി ഓഫ് പാരൻ്റെ ഇൻകം സർട്ടിഫിക്കറ്റ്. പിന്നെ മൂന്നാമത്തെ ആധാർ കാർഡിൻ്റെ കോപ്പി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് അത് ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ വേണ്ട. പിന്നെ അഞ്ചാമത്തെ സ്കാൻഡ് കോപ്പി ഓഫ് പ്രീവിയസ് ഇയർ മാർക്ക് ഷീറ്റ്. പിന്നെ ട്യൂഷൻ ഫീ റെസിപ്റ്റ് നിങ്ങൾ ഏത് ഇയറിലാണോ അപ്ലൈ ചെയ്യണേ ആ ഇയറിലത്തെ ആയിരിക്കണം, അതവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏഴാമത്തേന്ന് പറയുന്നത് പാസ്ബുക്ക്, നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ സ്കാൻഡ് കോപ്പി ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ എട്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റെസിപ്റ്റ് ഓഫ് പർച്ചേസ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് എയ്ഡ്സ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കമ്പ്യൂട്ടർ വാങ്ങാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ക്യാഷ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, അതിന് ക്യാഷ് ആവശ്യമുള്ളവർക്ക് ആ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ വാങ്ങിച്ചതിൻ്റെ റെസിപ്റ്റ് ഉണ്ടാവില്ലേ നമ്മൾ അവിടെ നിന്ന് വാങ്ങുന്നതിൻ്റെ, അത് അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അത് മെയിൻലി വരുന്നത് ടോപ്പ് ക്ലാസ് സ്കോളർഷിപ്പ് സ്കീംസിനൊക്കെയാണ്. എല്ലാ സ്കോളർഷിപ്പിനും അത് വരുന്നില്ല. അപ്പോൾ ബാക്കിയുള്ളവർ അത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് PDF അല്ലെങ്കിൽ JPG ഫോർമാറ്റിലാണ് ആവണം. അത് അവർ അവസാനം പറഞ്ഞിട്ടുണ്ട്. പിന്നെ സൈസ് ഓഫ് ഈച്ച് ഡോക്യുമെൻറ്റ് 200 KB മുകളിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. അതായത് നിങ്ങളുടെ ഇതിന് മുകളിലുള്ളതാണെങ്കിൽ കംപ്രസ് ചെയ്യുക ഏതെങ്കിലും ആപ്പ് യൂസ് ചെയ്തിട്ട്. ഇത് ഞാൻ സ്വന്തമായി അപ്ലോഡ് ചെയ്യണ ആൾക്കാരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. വേറെ സ്ഥലത്ത് പോയി ചെയ്യുകയാണെങ്കിൽ അവരത് ചെയ്തു തരും മര്യാദയ്ക്ക്. പക്ഷെ വീട്ടിലിരുന്ന് ചെയ്യണവർ ശ്രദ്ധിക്കണം, അത് റീഡബിൾ മോഡിലൊക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോകാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിലോ അതോ ഞാൻ കണ്ടില്ലെങ്കിൽ ഞാൻ ചാനലിൽ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. ഫിഗ് ന്യൂട്രോൺസ് എന്ന് തന്നെയാണ് നെയിമും. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് മെസ്സേജ് ചെയ്യാം ഇൻസ്റ്റയിലായാലും. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. താങ്ക് യു.